പ്രിയപ്പെട്ട സർക്കാർ ശ്രീ പിണറായി വിജയൻ സാറിന് എൻ്റെ പേര് രേഖ രതീഷ്. ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 7-9 മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ രേഖ രതീഷ്, നമുക്ക് എല്ലാവർക്കും അറിയാം, പത്മാവതി എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മൾ ആരും മറക്കത്തില്ല. അങ്ങനെയുള്ളൊരു കഥാപാത്രമായിരുന്നു. അപ്പോൾ ഈ രേഖ രതീഷിനെ നമ്മൾ എല്ലാവരും പരിചയപ്പെടുന്നത്, ഞാൻ പരിചയപ്പെടുന്നത് എല്ലാവരും ഒന്നും എനിക്കറിയില്ല. അതായത് വർഷങ്ങൾക്ക് മുമ്പ് കഥയല്ലത് ജീവിതം എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അമൃത TV-യിൽ. വിധുബാല മേഡമാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത്. കാരണം എന്ന് വെച്ചാൽ കുടുംബ പ്രശ്നങ്ങളുള്ള 4-5 പേരെ ഇങ്ങനെ ഇരുത്തിയിട്ട് അതിലൊരു സ്ത്രീയും ഒരമ്മയും 2 മക്കൾ, ഒരു മക്കളെങ്ങാറ്റം വന്നിരുന്നു. അതിൻ്റെ അകത്ത് ആ സ്ത്രീ പറയുന്നത്, എൻ്റെ ഭർത്താവ് പ്രൊഡക്ഷനിൽ ഡ്രൈവറായിട്ട്, അതായത് ഒരു വണ്ടിയുണ്ട്, ആ വാടക കൊടുക്കുന്ന ഒരു ജോലിയാണ്. അന്നൊക്കെ കോളിസോ ഇന്നോവ എന്തോ ആണ് നടന്നത്, കോളിസാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു വണ്ടിയിൽ ഓടുകയാണ്. ആ ഓടുമ്പോൾ പിന്നെ എൻ്റെ ഭർത്താവ് ഇപ്പോൾ വീട്ടിൽ വരുന്നില്ല, അന്വേഷിച്ചപ്പോൾ ഇവരുടെ കൂടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെയും വിളിച്ചു വരുത്തിയിരുന്നു. പക്ഷേ ആ വീഡിയോ ഇപ്പോൾ ഇല്ല, അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്ലിപ്പിങ്സ് കാണിച്ചിട്ടായിരുന്നു. പക്ഷേ ഇത് ചില ആൾക്കാർക്ക് അറിയുന്നതാണ്. അപ്പോൾ അന്ന് അവിടെ ഭയങ്കര കുടുംബ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് കഴിഞ്ഞ് പിന്നീട് എന്ന് പറഞ്ഞാൽ രേഖ രതീഷിനെ നമ്മൾ കാണുന്നത് സീരിയലിൽ കാണുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ചില സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുമാത്രവുമല്ല, മറ്റുള്ള നടിമാരെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഖ രതീഷ് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വൾഗറായിട്ട് നടക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അതുള്ള കാര്യം എന്താ പറയുന്നതിന്, അതായത് ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 3-4 യൂട്യൂബ് ചാനലുകളുടെ കൂടെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പുറകെ ക്യാമറയും തൂക്കി നടക്കുന്ന കുറേ ടീമുണ്ട്. പക്ഷേ ഞാൻ ഇതൊക്കെ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിന്നെ ചില ആൾക്കാർക്കൊക്കെ ഇത് ഇഷ്ടമാവില്ല, ഇങ്ങനെ ക്യാമറയും കൊണ്ട് അവരെന്നിട്ട് ചേച്ചി ഊണ് കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ചേച്ചി ജ്യൂസ് കുടിക്കുന്നുണ്ടോ, ദാഹിച്ചപ്പോൾ ഒറ്റയ്ക്ക് പിന്നെ ബോട്ടിൽ തുറന്ന് വെള്ളം കുടിക്കുന്ന ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഇവന്മാരിങ്ങനെ ഓരോ ക്യാപ്ഷൻ ഇട്ടിട്ട് എന്ന് പറഞ്ഞാൽ തെറി പറയാൻ വേണ്ടി മാത്രം. അതായത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലാണ് ഇത് ഉപയോഗിക്കുന്നത്. വെറും തെറി മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറെ ഒന്നുമല്ല. പക്ഷേ രേഖ രതീഷിനെ പറ്റിയിട്ട് അങ്ങനെയൊരു അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം അവർ വളരെ ഡീസൻ്റായിട്ട് അവർ കല്യാണം കഴിച്ചിട്ടുണ്ടാക്കാം, അതൊക്കെ അവരുടെ വ്യക്തിപരമായ താല്പര്യം മാത്രമാണ്. പക്ഷേ ഞാൻ അന്ന് കണ്ട ഒരു സ്ത്രീയുടെ കണ്ണീരുണ്ട്, അതൊരു ഭയങ്കര കണ്ണീര് തന്നെയാണ്. ചിലപ്പോൾ ഈ ഒരു അവസരത്തിൽ അവർ ഇനി പുറത്ത് വരുമോ എന്നറിയില്ല. അവരെ മക്കളെല്ലാം ഇല്ലതായിട്ടുണ്ടാവും, അതുകൊണ്ട് അവരന്ന് അങ്ങനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവുമായിരുന്നു. അപ്പോൾ അങ്ങനെ രേഖ രതീഷിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയുള്ളൂ. ഏതായാലും ഇപ്പോഴവർ വളരെയധികം അവരുടേതായ ലോകത്ത് ജീവിക്കുന്നതാണ്. അവർ ഇന്നലെ ഒരു കംപ്ലൈൻറ്റ്, അതായത് ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി, ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത്. നമ്മൾ മുഖ്യമന്ത്രിക്കൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ കൃത്യമായി രേഖാമൂലം നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യണം. അതുമാത്രവുമല്ല, എന്തിനാണ് പേര് പറയാൻ മടിക്കുന്നത്? ഇന്ന യൂട്യൂബ് ചാനലുകളാണ് എന്നെ ഇതുപോലെ ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന ചാനലുകളാണെന്ന് പറഞ്ഞൂടെ? പിന്നെ അതുമാത്രവുമല്ല, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ കൊടുക്കുന്ന ചില ചാനലുകൾ വളരെ മോശമായ ക്യാപ്ഷൻസ്, അതായത് ഇവരെ പ്രധാനപ്പെട്ട ഈ ചാനലുകളൊക്കെ ഉണ്ട്, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 മിനിറ്റും 3 മിനിറ്റൊക്കെയുള്ള ഈ ക്ലിപ്പിങ്സുകൾ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ രേഖ രതീഷിൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ആദ്യം ഒരു വലിയൊരു ഇൻ്റർവ്യൂ, അതായത് അവർ പല സ്ഥലങ്ങളിൽ, പിന്നീട് എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്നത് എന്താ പറയുക, ഈ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് രേഖ രതീഷിൻ്റെ ഞാൻ 4 കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാപ്ഷൻസ് കൊടുക്കുന്നത്. അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന പുരുഷന്മാർ ഇങ്ങനെയൊക്കെയുള്ള ക്യാപ്ഷൻസുകൾ കൊടുക്കുക. അതെന്തിനാ വെച്ചാൽ ജനങ്ങൾ ഇത് കാണാൻ വേണ്ടിയിട്ടും അതുമാത്രവുമല്ല തെറി പറയിക്കാൻ വേണ്ടിയിട്ടാണ്. ഭാര്യയൊന്നുമില്ല, നല്ല പുളിച്ച തെറി പറയിക്കും, അത് തന്നെയാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബർ മാത്രമല്ല, അതായത് യൂട്യൂബേഴ്സ് മാത്രമല്ല, ചില ചാനലുകാർ പോലും ഇതുപോലെയുള്ള ക്യാപ്ഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇതൊക്കെ രേഖ രതീഷ് ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇൻ്റർവ്യൂ കൊടുക്കരുത്, കൊടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ഉപദ്രവിക്കുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേര് പറയുക. ആ പേര് പറഞ്ഞിട്ട് കൃത്യമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കുന്ന കാലമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ കൃത്യമായി യൂട്യൂബർ എന്നാകണമെന്നില്ല, ഈ കമൻ്റ് അയക്കുന്ന വിദ്വാന്മാർക്ക് വരെ വേണമെങ്കിൽ നമുക്കിപ്പോൾ കേസ് കൊടുക്കാം. അങ്ങനെയുള്ള ഇതുവരെയുണ്ട്. അപ്പോൾ എന്തിനാ യൂട്യൂബർമാരെ മാത്രമാക്കുന്നത്? അവരെ മാത്രമാക്കണ്ട. പിന്നെ എല്ലാ യൂട്യൂബർമാരും ഒരുപോലെ ഒന്നല്ല. എല്ലാ യൂട്യൂബർമാരും ഇപ്പോൾ ഒരാളെ ഞാൻ പറഞ്ഞില്ല, ഈ രേഖ രതീഷിനെ നമ്മൾക്ക് അറിയുന്ന എങ്ങനെയാണ്, പബ്ലിക്കിൽ വന്നിട്ട് ഇപ്പോൾ രേഖ രതീഷ് അന്ന് ആ ഒരു കഥയിലത് ജീവിതത്തിൽ വന്ന് പോയതാണെങ്കിൽ നമ്മളാരും ഓർക്കത്തൊന്നുമില്ല. അതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, ഒരുപാട് പേര് നല്ല ജീവിതം നയിക്കുന്നുണ്ട്, ഒരുപാട് പേര് ഒളിച്ചോടി പോയിട്ട് ദുഃഖം അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് പേര് വഴിയാധാരമായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പരിപാടിയാണ് അത്. അപ്പോൾ അതിൻ്റെ അകത്ത് വിധുബാല മേഡമാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ
ആ ഒരു പ്രോഗ്രാമിൽ വന്ന് അതങ്ങ് പോയിട്ടുണ്ടെങ്കിൽ നമ്മളറിയാം. പിന്നീട് സിനിമയിൽ സീരിയലിൽ വന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ കൃഷ്ണേട്ട എന്നൊക്കെ വിളിക്കുന്ന ഒരു സീരിയലുണ്ട്. ആ സീരിയലിൽ ശക്തമായ കഥാപാത്രമാണ്. പിന്നെ അവരെ പറ്റിയിട്ട് വേറെ ഗോസിപ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു കുറച്ചൊരു ഒരു 3-4 ദിവസമായിട്ട് ഇപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേഖ രതീഷ് വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നു, ഇനി എൻ്റെ പുതിയ ജീവിതത്തിലേക്ക് ഒരാൾ വരുന്നു. അപ്പോൾ ഇവരുടെ ഒരു റീല് ഞാൻ കാണാനിടയായി. അതായത് ഒരു കപ്പ് ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഒരു പിന്നെ എന്താ പറയുക, എൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരു മാറ്റമാണ് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചിന്ത എന്താണെന്നറിയാം, ഈ കല്യാണം കഴിക്കാൻ പോകുന്നതാണ് അല്ലെ എന്തോ ആണെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ അവരെന്തോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഇതായിട്ടാണ് അവരങ്ങനെ പറഞ്ഞത്. പക്ഷെ അത് അവർക്കെന്ന് പറഞ്ഞാൽ ഒരു ഗുണമുണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാകണം. അതിന് വൈറലായിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും വൈറലാകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരാൾ പോലും ജനനന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിലൂടെ ആരെങ്കിലും ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടോ? എന്തിനധികം പറയുന്നത്? ഇപ്പോൾ മാമ്പാട സാറ് തന്നെ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയാണ് വാങ്ങിക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. ആലോചിച്ച് നോക്കണം. അങ്ങനെ എല്ലാവരും പൈസക്ക് വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളാരും ഓരോരോ ആൾക്കാരുടെ വീട്ടിലൊന്നും പോയിട്ട് അവരുടെ വാർത്ത അറിയുന്നില്ല. നമ്മളൊക്കെ പലതും അറിയുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഈ നടി പിന്നെ ചോറ് തിന്നാണ്. ഇന്നലെ കണ്ടോ, വെള്ളമെടുത്ത് സ്വയം കുടിക്കുന്ന നടി എന്ന് പറഞ്ഞിട്ടാണ് ക്യാപ്ഷൻ ആയിരുന്നേ. അതായത് നമ്മുടെ പിന്നെ ഇതൊരു വലിയ യൂട്യൂബറുടെ കൂടെയാണ്. അപ്പോൾ ആ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട്, ഇത് ഇങ്ങനെയുള്ള ഒരു 3-4 ചാനലുണ്ട് ഫേസ്ബുക്കിൽ. നിങ്ങൾക്ക് ആ പേരൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ, അവരെ പുറകു വശം ഇങ്ങനെ മൊത്തം കാണിക്കലും പിന്നെ വയറിൻ്റെ ഈ വർഷം കാണിക്കലും ഒക്കെയാണ് പണിയാടുന്നത്. വേറെ ഒന്നുമല്ല. ഇതിനെതിരെ ശക്തമായിട്ടെന്ന് പറഞ്ഞ ഒരു സിനിമാ താരം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ, അവർ കാറ് കയറുമ്പോൾ അവരുടെ ബാക്ക് ഭാഗം ഇങ്ങനെ കാണിച്ചു വിടുക. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനെതിരെ ആ സമയത്ത് തന്നെ പ്രതികരിക്കണം. അങ്ങനെ ഒരു വീഡിയോ ഒരുത്തന്നെ എടുക്കുന്നുണ്ടെങ്കിൽ അവൻ അവിടെ തന്നെ പിടിച്ച് ചോദ്യം ചെയ്യണം. അതാണ് വേണ്ടത്. അല്ല, ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ പകുതി ആൾക്കാരും ഇവരെയൊക്കെ അറിയിച്ചിട്ടാണ് പല സ്ഥലത്തും വരുന്നത്. അതായത് ഇന്ന ചാനലുകൾക്ക് കൃത്യമായിട്ട് റിമോട്ട്, ഹലോ ഇന്ന് ഇവിടെ ഞാൻ വരുന്നുണ്ട്, ഒന്ന് എന്നെ ഇത് ചെയ്യണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അങ്ങനെ പോയിട്ടാണ് എടുക്കുന്നത്. ചില ആൾക്കാർ അങ്ങോട്ട് ചില്ലറ കൊടുത്തിട്ട് കൂടി എടുപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ പലതും നടക്കുന്നുണ്ട്. അപ്പോൾ രേഖ രതീഷിനെതിരെ മോശമായി ഇത് പറയുന്നുണ്ടെങ്കിൽ അതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേര് പറഞ്ഞിട്ട് ആക്ഷൻ കൊടുക്കണം, അത് പരാതി കൊടുക്കണം. അതാണ് വേണ്ടത്. അവരുടെ പേര് പറയണം, പേര് പറഞ്ഞിട്ട് കൊടുക്കണം. അല്ലാതെ മൊത്തം യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മരിക്കാൻ പോകുന്നു, എനിക്കെന്തെങ്കിലും സംഭവിച്ചു, എന്തിനാത്? അതിൻ്റെ ആവശ്യം എന്താണ്? അതായത് ഞാൻ ജീവിക്കുമല്ലേ വേണ്ടത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, രേഖ രതീഷ് എന്ന് പറയുന്ന വ്യക്തി ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടാകാം, പക്ഷെ അവർ അന്തസ്സോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത്. അവർ വൾഗറായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ മോശമായിട്ട് എന്താ പറയേണ്ടത്, വേറെ രീതിയിൽ പോകുന്നത് പറഞ്ഞൊന്നും കേട്ടിട്ടില്ല. ഇങ്ങനെയൊന്നുമില്ല. അവർ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സ്വകാര്യതയാണ്. അവർ കല്യാണം കഴിച്ചിട്ട് അവർ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തക്കതായ കാരണങ്ങൾ ഉണ്ടാകാം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒന്നും ഉണ്ടാവില്ല. അത് അവരുടെ ജീവിത കാര്യമാണ്. അതവർ പിന്നെ വെളിയിലിടുമ്പോൾ മാത്രമാണ് ചർച്ചയാവുന്നത്. അതായത് അവരവിടെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു അങ്ങനെ ചർച്ചയാവുന്നതാണ്. ഇപ്പോഴേ അവരൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷൻ തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഏതായാലും അവർ കൊടുത്ത പരാതി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. എന്നാലും നമുക്കിതൊന്ന് കേട്ടിട്ട് വരാം. പ്രിയപ്പെട്ട സർക്കാർ, ശ്രീ പിണറായി വിജയൻ സാറിന് എൻ്റെ പേര് രേഖ രതീഷ്. ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 7-8-9 മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ കഴിയുകയാണ് സർ. 2-3 മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എൻ്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ. ഈയിടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ, എൻ്റെ മകന് വേണ്ടിയിട്ട്. പക്ഷെ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷി ഇല്ലാതെ ആകുകയാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോവധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്ക് അറിയിക്കണം. ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ. എന്നെ മാത്രമല്ല, എന്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ദയവേത് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനമെടുക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇനിയുള്ള എന്റെ സഹോദരന്മാരും സഹോദരിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ
സർക്കാർ ഒരു തീരുമാനമെടുത്ത് ഇതിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമെന്ന് താഴ്മയോട് അതായത് ഈ രേഖ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കൂട്ടം സഹോദരിമാരുടെ ഇതിനു വരെ പിന്നെ ഇതാക്കുന്നത് യൂട്യൂബർമാരാണ്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള രേഖയോട്, നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണിത്. അതായത് നിങ്ങൾക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം, എന്തിനാണ് ഇവന്മാരുടെയൊക്കെ വാചകത്തിന് മറുപടി പറയുന്നത്? ഇങ്ങനെയുള്ള ആൾക്കാരെ ആട്ടി ഇറക്കിക്കൂടെ? അതായത് നിങ്ങളുടെ സ്വകാര്യതയെ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ചിത്രീകരിച്ച് വികലപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടംപോലെ പരാതികൾ നിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഈ സീരിയൽ താരങ്ങൾ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പല സ്ഥലങ്ങളിലും പോകും, ഓരോ ആൾക്കാരുടെ ഓരോ ക്യാമറമാൻ ഉണ്ടാകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് അവരോട് തന്നെ ചോദിക്കുക, നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ ഇത് ചെയ്യുന്നത്? ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇവർ പറയും, ഇവർ പോകുമ്പോൾ മാത്രം കൃത്യമായിട്ട് ഇതുപോലെ ന്യൂസ് കിട്ടുന്നത്? പിന്നെയാണ് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, ചില ആൾക്കാരൊക്കെ പറയും ഞങ്ങൾ ഇന്ന സ്ഥലത്ത് വരുന്നുണ്ടേ, ഒന്ന് വന്നേക്കണേ എന്നൊക്കെ. അങ്ങനെ വളരെ മോശമായ രീതിയിലൊക്കെ ഇവർ ഇതെടുക്കും. എന്തിനധികം പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ബോഡി പിന്നെ മറ്റേ ബിൽഡറില്ലേ, മറ്റേ എന്താ ആതിര കൃഷ്ണ, ഈ ആതിര കൃഷ്ണയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആതിര കൃഷ്ണ കഷ്ടപ്പെടുന്നത് കണ്ടോന്ന് കാണിച്ചിട്ട് അവരുടേതായ ഒരു ഇതിന് വേണ്ടിയിട്ട് അവർ ആ ബോഡി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് കൂട്ടിയിട്ട് വന്നതാണ്. ആ ഡ്രസ്സാണ് ഇവർ എടുത്തിട്ട് വെച്ചിരിക്കുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രേഖാ രതീഷിന് എപ്പോഴും വന്ന് റീല് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്തിനാ ഇവിടെ എത്ര ആൾക്കാരുണ്ട് ഇവിടെ റീല് ചെയ്യാതെ സോഷ്യൽ മീഡിയയിൽ വരാതെ അത് ഉപയോഗിക്കാതെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കിതിനൊന്നും താല്പര്യമില്ല, എന്നെ പിടിച്ചതിൻ്റെ അകത്ത് ഇടുവം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുക്കും വരാൻ പോകുന്നില്ല. പക്ഷേ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവർക്ക് 3 മാസമായിട്ട് ഇവർക്ക് ജോലിയില്ല എന്ന് പറയുന്നുണ്ട്. ആ ജോലി ഇല്ലാത്തതിൻ്റെ കാരണം ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇവരുടെ സീരിയൽ രംഗത്തുള്ള പുഴുക്കൂത്തുകളെ പാരകൾ തന്നെയായിരിക്കും, അല്ലാതെ വേറെയൊന്നും അല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവരൊരു ബിസിനസ് തുടങ്ങുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാരി ബിസിനസ് എന്തോ ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങുന്നുണ്ട്. അതുമാത്രവുമല്ല, ഈ രേഖാ രതീഷിനെ പറ്റിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ മുമ്പ് നമ്മൾ പല പ്രോഗ്രാമുകളിലേക്കും വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും വേണ്ടത് ഇവിടെ റീച്ച് മാത്രമാണ്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് രേഖാ രതീഷ് ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഈ ആരാന്ന് ഈ ആൾക്കാർ അവരെയൊക്കെ തുറന്ന് കാണിക്കുകയാണ് വേണ്ടത്. ഇന്നിന്ന ആൾക്കാരാണ് എന്നെ ചെയ്ത് കാണിക്കുന്നത്, ഇന്നിന്ന ആൾക്കാരാണ് എന്നെ പറയുന്നത്, അതല്ലേ വേണ്ടത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞൊരു പരാതി അങ്ങ് പോയി. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ബുദ്ധിമുട്ട്, ആരെയാണ് പേരൊക്കെ പറയാൻ വേണ്ടിയിട്ട് പേര് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അതാണ്. ഇതിനു മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സിനിമാ താരം, അതായത് അവർ പിന്നെ 170 ആളുടെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവർ 170 ചാനലിൻ്റെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആ ഒരു മീറ്റുവിൻ്റെ കേസൊക്കെ വന്നില്ല, മറ്റേ നമ്മളെ അമ്മ സംഘടനയുടെ ഒരു ഫയൽ പുറത്തു വിടുന്നതുമായിട്ടൊക്കെ പ്രശ്നങ്ങളുള്ള ആ ഒരു സമയത്ത് ഒരു നടി ഇതേപോലെ അവരെ പേര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ്, അതിൻ്റെ അത് എനിക്ക് തോന്നുന്നു 1-ാം പ്രതി എന്ന് പറഞ്ഞാൽ അരുൺ കുമാറാണ്, നമ്മുടെ പിന്നെ റിപ്പോർട്ടർ ചാനലിൽ. അങ്ങനെ ഈ ചാനലുകാർ അടക്കമുള്ള പ്രതികളാണ്. അതിൻ്റെ അകത്ത് 170ഓളം പ്രതികളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ തന്നെ പേര് പറയുന്നത് കേട്ടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മളവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരായി കഴിഞ്ഞാലോ മറ്റുള്ളവൻ്റെ സ്വകാര്യതയിലേക്ക് കയറേണ്ട ഇതില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണീര് അതൊരു എന്താ പറയേണ്ടത്, അതായത് ചില കണ്ണീരുകളൊന്നും നമുക്ക് സത്യമായിട്ട് തോന്നൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ്. നമ്മളിനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു ബോൾഡായിട്ട് ഒരു പരാതി എന്ന് പറഞ്ഞ ഒരു പരാതിയായിട്ട് തന്നെ നമ്മൾ കൊടുക്കുക, അതാവേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ കാടടച്ച് വെടിവെക്കുക പറയുന്നില്ലേ. ഇപ്പോൾ ഒരു സീരിയൽ താരം അങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സീരിയൽ നടൻ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് നമ്മൾ കാടടച്ച് വെടിവെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എല്ലാ സീരിയലും ഇപ്പം നല്ലതാണോ? ഇപ്പോൾ സീരിയൽ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ലതാണോ? എല്ലാ സീരിയലും നല്ലതാണോ? വളരെ മോശം തന്നെയാണ് പല സീരിയലുകളും. അപ്പോൾ അതൊക്കെ വലിയ പറയേണ്ടത്, അതൊക്കെയാണ് ആദ്യം നിരോധിക്കേണ്ടത് എൻ്റെ അഭിപ്രായം. അത് സകല യൂട്യൂബർമാരും അങ്ങനെയാണ്. കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്കെന്താ ഒരാളിപ്പോൾ ഒരു വീഡിയോ ഇട്ടു, അതിനെപ്പറ്റി നമുക്ക് ചോദിക്കാം, ഇതെന്താ നിങ്ങൾ ഇങ്ങനെ ഇടാൻ കാരണം. അതുപോലെ തന്നെ ഒരാളൊരു ക്യാപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ അതിനെതിരെയും കമൻറ്റ് വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവരെ പറ്റിയിട്ടാണെങ്കിൽ ഇവർ ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ പരാതി കൊടുക്കേണ്ട എല്ലാ സംവിധാനവും ഉണ്ട്. നിമിഷ നേരങ്ങൾക്ക് അവനെ പൊക്കിയിട്ട് അഴിക്കുള്ളിലാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു സ്ഥലത്താണ്. അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം അതുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം രേഖാ രതീഷ് ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് രേഖാ രതീഷ് ഇതാരും മിണ്ടാതിരിക്കും ഒന്നും ചെയ്യില്ല, മനസ്സിലാക്കാദ്യം. അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.